പശ്ചിമേഷ്യയിൽ വളരെ വേഗത്തിൽ തന്നെ ആയുധവിന്യാസം നടത്തുകയാണ് അമേരിക്ക. നിലവിലുള്ള ആയുധ ബലം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ചെങ്കടലിലടക്കം നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിലും മറ്റും, അതായത് താൽക്കാലിക നേവൽ ബേസുകളിൽ അമേരിക്ക ഇപ്പോൾ കൂടുതലായി F-35 അവരുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ്. F-35A ലൈറ്റ്നിംഗ് സെക്കൻഡ് യുദ്ധവിമാനങ്ങൾ കൂടുതലായി വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ കൂടുതലായി വിന്യസിക്കുന്നു. വാർത്തോകുകൾ ഒപ്പം തന്നെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾ തുടങ്ങിയവയും അധികമായി കൊണ്ട് ഇറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇത് ഹൂത്തികളെ ആക്രമിക്കാനാണ് എന്ന് അമേരിക്ക പറയുന്നു. കാരണം ചെങ്കടലിലടക്കം ഹൂത്തികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ തടയുകയാണ് ലക്ഷ്യം എന്ന് പറയുമ്പോഴും നിലവിൽ ഗസയിലേക്ക് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് എങ്കിൽ അവരെ സഹായിക്കാൻ ഒരുപക്ഷെ അമേരിക്ക ഒരുങ്ങുന്നു. ഇല്ല എങ്കിൽ ഇറാനെ ഏത് നിമിഷവും ഇസ്രയേലോ ഇല്ലെങ്കിൽ അമേരിക്കയോ ആക്രമിച്ചേക്കാം. ആ ഒരു സാഹചര്യത്തിൽ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാകണം ഇത്തരം ആധുനികമായിട്ടുള്ള ബോംബറുകളും ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങളും മറ്റും ചെങ്കടലിലടക്കം കൂടുതലായി വിന്യസിക്കുന്നത്. കാരണം 5ാം തലമുറ യുദ്ധവിമാനവും ആണവ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ളത് ആയ B-2 സ്റ്റെൽത്ത് ബോംബറുകളും മറ്റുമാണ് കൂടുതലായി വിന്യസിക്കുന്നത്. കൂടുതൽ ട്രൂപ്പുകളെയും അവിടെ എത്തിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.